കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലകളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ടുള്ളത്. അതേസമയം പാലാ, ഈരാറ്റുപേട്ട അവിടെയൊക്കെയുള്ള വെള്ളക്കെട്ട് എത്രത്തോളം രൂക്ഷമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി കനത്ത മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ളത്. ഷിനോജ് ജസ്റ്റി അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കഴിഞ്ഞ ദിവസത്തിന്റെ അത്രയും ഒരു പ്രശ്നമില്ല, കാരണം മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു, പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം നൽകുന്നതാണ്. വെള്ളക്കെട്ടൊക്കെ ആണെങ്കിൽ അതിനുശേഷമുള്ള മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. ഇതിപ്പോൾ ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലാണല്ലേ വെള്ളക്കെട്ടൊന്ന് ശക്തമായിട്ട് നിൽക്കുന്നത്. കാലാവസ്ഥ എങ്ങനെയുണ്ട്? പൂജ, അങ്ങനെ കാര്യമായ മഴ ഇന്നലെ രാത്രി മുതൽ കോട്ടയത്തൊന്നും തന്നെ പെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ഉള്ളത്. എന്തായാലും ഏറ്റവും ആശങ്കയായി നിൽക്കുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കലാണ്. ഇല്ലിക്കൽ പലയിടങ്ങളിൽ നേരത്തെ നമ്മൾ ഇല്ലിക്കൽ കവലയുടെ ദൃശ്യം നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ വീടുകൾ, ഈ പടിഞ്ഞാറൻ മേഖലയിലെ എല്ലാ വീടുകളും സമാനമായ രീതിയിൽ അവസ്ഥയിൽ തന്നെ പറയാൻ വേണ്ടി കഴിയും. ആ വീടുകളുടെ പൂർണ്ണമായി വീടുകളുടെ അകത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലും നമുക്ക് തന്നെ താമസിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മൊത്തത്തിൽ പ്രശ്നമായല്ലേ? ഇല്ല, കുഴപ്പമില്ല. മഴയത്ത് ഇപ്പൊ നിങ്ങൾക്ക് സ്ഥിരമായി? നമുക്കത് പതിവായല്ലോ. ഇപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെയാ. സാധനങ്ങളൊക്കെ എടുത്ത് മുകളോട്ട് മാറ്റി വെച്ചോ? പൊക്കത്തെടുത്ത് വെച്ചല്ല, ഇന്നലെ രാത്രി തന്നെ പൊക്കത്തെല്ലാം എടുത്ത് വെച്ച്. ഇപ്പൊ എല്ലാം കിഴക്ക് മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഇത് മാറ്റണമെന്ന്. ഞാനും എൻ്റെ രണ്ട് മോളും അവിടെ രണ്ട് മക്കളും. ഇല്ല, മോളുടെ പ്രസവത്തിനായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിരിക്കും. രാത്രി കിടക്കുന്ന സമയത്തൊക്കെ വെള്ളം കട്ടിലൊക്കെ? കട്ടിലിൻ്റെ ഒക്കെ കാലിൻ്റെ വരെ ഉണ്ട്. രാത്രി ഒരു 4 മണിയായപ്പോൾ ഞാൻ എണീറ്റപ്പോഴാണ് വരയ്ക്കകത്ത് നിറയെ വെള്ളം കയറി വന്നേ. ഉണ്ടെന്ന് കണ്ടത്, അതുവരെ ഇല്ലായിരുന്നു. പിന്നെ വെള്ളം കയറി വരുന്നുണ്ട്. ഈ വെള്ളം ഇറങ്ങിപ്പോയാലും അത് മാറ്റുക, ചെളിയോര് മാറ്റുന്ന വീണ്ടും ഒരു ബുദ്ധിമുട്ടല്ലേ? 2 ദിവസം പണിയാ, നല്ല പണിയാ. ഇത് ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ സ്ഥിര കാഴ്ചയാണ്. മഴ ഒന്ന് പെയ്താൽ ഇതാണ് അവസ്ഥ. ഇത്തരത്തിൽ എല്ലാ വീടുകളും, നമുക്ക് സമീപത്ത് മറ്റൊരു വീടുണ്ട്, അവിടുത്തെ നേരത്തെ ചേട്ടന്മാരൊക്കെ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അപ്പോഴും പറയുന്നത് സമാനമായ അവസ്ഥയാണ്. അത് 2 നില വീടാണ്. അതിൻ്റെ താഴത്തെ നില പൂർണ്ണമായും അതിൻ്റെ പകുതി ഭാഗത്തോളം ഇപ്പോൾ വെള്ളം കയറി അവസ്ഥയിലാണ്. അവരിപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, താഴത്തെ നില പൂർണ്ണമായും വെള്ളം കയറി ഇവിടുത്തെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെ തുടർന്ന് അവർ മുകളിലോട്ട് മാറിയിരിക്കുകയാണ്. മുകളിൽ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ തന്നെ മുകളിൽ ഒരു പ്രത്യേക അശയൊക്കെ കെട്ടി അവിടെ ഇപ്പോൾ തുണികൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. കാരണം കിഴക്കൻ മേഖലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം എത്തുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. ആ വെള്ളം ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കുന്നതും കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏതെങ്കിലും തരത്തിൽ ഈ നിലവിലെ ഒരു സാഹചര്യം ഇങ്ങനെ തുടരുകയാണ്, അത് മഴ പെയ്യാതെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ വെള്ളം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇറങ്ങിപ്പോകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.